ഇന്ത്യൻ ന്യൂസ് ടൈം ഫേസ്ബുക്ക് പേജ് ലോഞ്ചിങ്. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. വാർത്താ മാധ്യമ രംഗം സത്യസന്ധമായി മുന്നോട്ട് പോവാനും സത്യസന്ധമായ ന്യൂസുകൾ പ്രചരിപ്പിക്കുവാനും നേർക്കുനേരെയുള്ള വിശകലനം നടത്തുവാനുമൊക്കെ പരിശ്രമിക്കുന്ന ഒരു ന്യൂസ് ചാനലാണ് ഈ ഇന്ത്യൻ ന്യൂസ് ടൈം എന്ന് പറയുന്നത്. അതിന് എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും അറിയിക്കുന്നു. എല്ലാവർക്കും വിശുദ്ധ റമദാൻ ആശംസകൾ നേരുകയാണ്. മുസ്ലിങ്ങൾ വ്രതമനുഷ്ഠിക്കുന്ന കാലമാണ് റമദാൻ മാസം. വ്രതം ഇസ്ലാമിൽ മാത്രമല്ല എല്ലാ മതവിഭാഗങ്ങളിലും ഉണ്ട്. അതിൻ്റെ സമയവും അതിൻ്റെ രീതിയും രൂപവും ഒക്കെ വ്യത്യാസമുണ്ടെങ്കിലും ഉപവാസം, വ്രതാനുഷ്ഠാനം, നോമ്പ് നോൽക്കൽ എല്ലാ സമുദായങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. വിശുദ്ധ ഖുർആൻ അത് എടുത്തു പറഞ്ഞിട്ടുമുണ്ട്. വ്രതത്തിൻ്റെ ഉദ്ദേശം മനുഷ്യനെ ശുദ്ധീകരിക്കലാണ്, ആത്മീയമായി അവനെ വളർത്തിക്കൊണ്ടുവരലാണ്. നമ്മളെല്ലാ കാലത്തും എല്ലാ സമയത്തും തിരക്കിലാണല്ലോ. ഈ തിരക്ക് മുഴുവനും ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. നമ്മുടെ വ്യക്തിപരമായും കുടുംബപരമായും ഒക്കെയുള്ള തിരക്കുകളാണ്. തൊഴിൽ ചെയ്യാൻ വേണ്ടി, പണം സമ്പാദിക്കാൻ വേണ്ടി, മറ്റു കാര്യങ്ങൾക്കൊക്കെ. ഈ തിരക്കിനിടയിൽ അല്പസമയം, ഏതാനും ദിവസങ്ങൾ, ഒരു മാസക്കാലം നമ്മൾ നമ്മുടെ ഇഷ്ടം തൽക്കാലം മാറ്റിവെക്കുകയും ദൈവത്തിൻ്റെ ഇഷ്ടം നടപ്പിൽ വരുത്തുകയും ചെയ്യാൻ ഒരു സഹനവും ക്ഷമയും ശീലിച്ചുകൊണ്ടുള്ള ഒരു പരിശീലനമാണിത്. വെറും പട്ടിണി കിടക്കലല്ല വ്രതാനുഷ്ഠാനം. വ്രതം നിയമമാക്കിയതിനെക്കുറിച്ച് ഖുർആൻ പറയുന്നിടത്ത് ഒരു ശ്രദ്ധേയമായ വാചകമുണ്ട്. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മശാലികളായി ജീവിക്കുവാൻ വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്ത് ചീത്ത കാര്യങ്ങൾ വെടിഞ്ഞ് സൂക്ഷ്മതയോടുകൂടി ജീവിക്കുക. സംസാരത്തിലും പെരുമാറ്റത്തിലും സാമ്പത്തിക രംഗത്തും ഒക്കെ ഒരു സൂക്ഷ്മത പാലിച്ച് ജീവിക്കുന്ന നല്ല മനുഷ്യനായി തീരുക എന്നതാണ്. നോമ്പ് നോറ്റ ആൾ എത്രത്തോളം നിയന്ത്രിക്കണമെന്നല്ലേ? ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കണം, മോശമായ വാക്കും പ്രവൃത്തിയും ഉപേക്ഷിക്കണം. അതിൽ നബി തിരുമേനിയുടെ ഒരു ഉപദേശമുണ്ട്. നിങ്ങൾ നോമ്പുകാരനായിരിക്കെ ഏതെങ്കിലും ഒരാൾ നിങ്ങളെ ആക്ഷേപിക്കുകയോ ചീത്ത പറയുകയോ ഉപദ്രവിക്കുകയോ ചെയ്താൽ നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ നോമ്പുകാരനാണ്, അല്ലെങ്കിൽ എനിക്ക് നോമ്പാണ് എന്ന് പറഞ്ഞ് ഒഴിയണം എന്നാണ്. പകരം പറയരുത്, പകരം ചെയ്യരുത്. ഇങ്ങനെ നമ്മൾ ഒരു മാസക്കാലം ഒന്ന് താഴ്ന്നുകൊണ്ട് സ്വയം നിയന്ത്രിച്ചുകൊണ്ട് നല്ല മനുഷ്യരായി ജീവിക്കുവാൻ പരിശീലിച്ചാൽ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ജീവിതം മുഴുവനും നന്നാക്കിയെടുക്കാൻ സാധിക്കും എന്നത് ഉറപ്പാണ്. വ്രതാനുഷ്ഠാനത്തെക്കുറിച്ച് മറ്റൊരു വാചകമുണ്ട്. നബി തിരുമേനി പറഞ്ഞ അസൗമു ജുന്ന. വ്രതാനുഷ്ഠാനം ഒരു പരിചയാണ്. പരിച എന്ന് പറയുന്നത് യുദ്ധത്തിൽ ശത്രുവിൻ്റെ വെട്ടും കുത്തും അക്രമവും ഏൽക്കാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ആയുധമാണ്. അതുകൊണ്ടാണ് തടുത്തു നിർത്തുന്നത് അക്രമങ്ങളെ. അപ്പോൾ നമ്മളിവിടെ ഒരു യുദ്ധരംഗത്താണെന്ന് വിചാരിക്കുക. നമ്മെ ആക്രമിക്കാൻ വരുന്ന പിശാചുക്കൾ അവർ നമ്മെ വഴികേടിലാക്കും, മോശമായ കാര്യങ്ങളിലേക്ക് ക്ഷണിച്ചു കൊണ്ടുപോകും. അത് ചിലപ്പോൾ സുഹൃത്തുക്കളാവാം, കൂടെ ജോലി ചെയ്യുന്നവരാവാം, അയൽവാസികളാവാം, ആരുമാവാം. ആ ആളുകളൊക്കെ നമ്മെ ചീത്ത മാർഗത്തിലേക്ക് പിടിച്ചു വലിക്കുമ്പോൾ, നമ്മെ അതിലെത്തിക്കുവാൻ വേണ്ടി നമ്മെ കീഴ്പ്പെടുത്തുമ്പോൾ നമുക്ക് തടുത്തു നിർത്താനുള്ള ഒരു പരിചയമാണ് നോമ്പ്. നോമ്പെടുക്കുന്നതോടുകൂടി ഒരു വിനയം, ഒരു വിധേയത്വം, പടച്ചവനോടുള്ള സ്നേഹം, അങ്ങേയറ്റത്തെ ഇഷ്ടം. ഞാൻ ജീവിക്കുന്നത് എനിക്ക് ഇവിടെ ജീവിതം നൽകിയ, എനിക്ക് വെള്ളവും വെളിച്ചവും നൽകിയ, എനിക്ക് ആഹാരവും പാനീയവും നൽകിയ, ആരോഗ്യവും സുരക്ഷയും നൽകിയ പടച്ചവൻ, ആ പടച്ചവൻ ആണ് എന്നോട് ആവശ്യപ്പെട്ടത് ഈ സമയത്ത് ഭക്ഷണം കഴിക്കരുത്. പകൽ സമയത്ത്, വ്രതാനുഷ്ഠാന ദിവസങ്ങളിൽ ഈ സമയത്ത് ഒന്ന് ഒതുങ്ങണം, ഒന്ന് സഹനം ശീലിക്കണം, നല്ല വാക്ക് പറയണം, നല്ല പെരുമാറ്റം ഉണ്ടാകണം, ആളുകൾക്ക് ദാനധർമ്മങ്ങൾ ചെയ്യണം. ഇതൊക്കെ പരിശീലിക്കുകയാണ്, നന്മകളാണ്. വ്രതകാലത്ത് നോമ്പെടുക്കുന്നതിന് മാത്രമല്ല പുണ്യം. നമ്മൾ ആളുകളെ വിളിച്ച് അവരെ നോമ്പ് തുറപ്പിക്കുന്നത്, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത്, അതും പുണ്യമാണ്. അത് മനുഷ്യൻ്റെ മനസ്സിനെ കൂടുതൽ വികസിപ്പിക്കുന്നതാണ്, കൂടുതൽ ലോലമാക്കുന്നതാണ്. ഇപ്പൊ കണ്ടില്ലേ, ഇഫ്താർ മീറ്റുകൾ നമ്മൾ വീടുകളിലേക്ക് അയൽവാസികളെയും കുടുംബക്കാരെയും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഒക്കെ വിളിച്ചു കൊണ്ടുവന്ന് ഭക്ഷണം കൊടുക്കും.
അതുപോലെ തന്നെ പല സംഘടനകളും പല സ്ഥാപനങ്ങളും ആളുകളെ വിളിച്ച് ഇഫ്താർ പാർട്ടി നടത്തും. അതിലെല്ലാവരും വരും. അതിൽ മുസ്ലിങ്ങൾ, നോമ്പ് എടുത്തിട്ടില്ലാത്ത മുസ്ലിങ്ങളല്ലാത്ത സഹോദരങ്ങൾ, പൊതുജനങ്ങൾ എല്ലാവരും പങ്കെടുക്കും. അപ്പോൾ നോമ്പിനെ നമ്മൾ ഒരു ആരാധന എന്നതിൻ്റെ അപ്പുറത്തേക്ക് സാമൂഹികമായ അടുപ്പവും ബന്ധവും സ്ഥാപിക്കുവാനുള്ള ഒരു അവസരവും കൂടിയായി ഉപയോഗിക്കുകയാണ് ഈ ഇഫ്താർ സൽക്കാരങ്ങളിലൂടെ ചെയ്യുന്നത്. ഈ കാലത്ത് മുസ്ലിങ്ങൾ ധാരാളമായി ദാനധർമ്മങ്ങൾ ചെയ്യും, പാവങ്ങളെ സഹായിക്കും, സക്കാത്ത് കൊടുക്കും, സദക്ക കൊടുക്കും. അതും മനുഷ്യൻ്റെ മനസ്സിനെ ഏറെ ശുദ്ധീകരിക്കുന്ന കാര്യങ്ങളാണ്. എല്ലാവർക്കും വളരെ സന്തോഷത്തോടു കൂടിയ ഈ റമദാൻ വ്രതകാലം ആ നിലക്ക് കൊണ്ടുപോകുവാൻ സാധിക്കുമാറാവട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും നന്ദി. അസ്സലാമു അലൈക്കും.